പക്ഷേ ശബരിമല വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ വെടി അത് പൊട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് SITയുടെ മുന്നിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമെന്ന് പറഞ്ഞു, പക്ഷെ എത്തിയില്ല. രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ, അതായത് 500 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് ശബരിമലയിൽ നടന്നു എന്ന് സ്പെസിഫൈ ആയിട്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നമുക്കറിയാം, ഈ രമേശ് ചെന്നിത്തലയും BJPയും ഒന്നും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ചില ഫോട്ടോകൾ പുറത്തു വന്നു. അതിനുശേഷമുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു തുറന്നു പറച്ചിലുകൾ, അല്ലെങ്കിൽ SITയുടെ ഫോണിലൂടെ അല്ല, കത്താണ് SITക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഗുരുതരമായ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം, രമേശ് ചെന്നിത്തല പൊട്ടിച്ച വെടി, ഇത് മുഖ്യന്റെ CPMന്റെ നെഞ്ചത്തേക്കാണോ കൊള്ളുന്നത്? SIT ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. പൊതുവെ കേരളത്തിൽ അങ്ങനെയല്ല. ഈ വിഷയത്തിൽ ഒരു ധാരണ നിലനിൽക്കുന്നത് SIT ഹൈക്കോടതി പറയുന്നത് കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരു അന്വേഷണ സംവിധാനമാണ് എന്ന വിശ്വാസമാണ് ഇതുവരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഊഹം നിലനിൽക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പോൾ ധന്യ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ പിണറായി വിജയൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെന്നിത്തലയോട് മൊഴിയെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യമാണ്. പക്ഷെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതായിരിക്കാം കാരണം അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ കൃത്യമായിട്ടും അദ്ദേഹം ഒരു വ്യവസായിൻ്റെ പിന്നിലുണ്ട് എന്നും ആ വ്യവസായി ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമാക്കപ്പെട്ടാൽ അത് പത്രത്തിൽ വലിയ വാർത്തയായിരിക്കും. ആ വാർത്ത പത്രത്തിൽ വരുന്നേക്ക് എത്രയും മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ടെലിവിഷനുകളിലും വരും. ടെലിവിഷൻ ഇങ്ങനെ സർവ്വസജ്ജമായിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാർത്ത കിട്ടിയാൽ ഉടനെ തന്നെ അത് പ്രക്ഷേപണം ചെയ്യുന്നു. അത് എത്തുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരുടെ ഇടയിലേക്കായിരിക്കും. സോഷ്യൽ മീഡിയയിലും അത് കയറും. അങ്ങനെ അത് ഈ ഇലക്ഷനിൽ എന്തെങ്കിലും തരത്തിൽ ഭരണകൂടത്തിന് ഒരു പ്രത്യാഘാതമായി മാറിത്തീരുമോ എന്ന സംശയത്തിൻ്റെ പുറത്താണോ ഇന്നത്തെ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചിട്ടുള്ളത് എന്നല്ലേ ചോദിക്കുന്നത്. അത് നമുക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ കരുതാം. പക്ഷെ അത് കൂടാത്ത കാരണങ്ങളും ഉണ്ടാകാം. SITക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇത് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ട് അതങ്ങനെ വേണ്ട എന്ന് നിർദ്ദേശം കിട്ടുകയും ആ നിർദ്ദേശം SIT ഇന്ന് വേണ്ട, അടുത്ത ദിവസം വന്നാൽ മതി എന്ന് ചെന്നിത്തലയോട് പറയുകയും ചെയ്തു. എന്നാണ് ചെന്നിത്തല വരേണ്ടത് എന്നതിൻ്റെ അകത്ത് വ്യക്തമാക്കേണ്ടത് എനിക്കറിയില്ല. സോഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാർത്ത വരും. ആ വാർത്തയുടെ തെളിവും അതിനൊപ്പം തന്നെ ഉണ്ടാകും. ശബരിമല വിഷയത്തിൽ പക്ഷേ ആ കഴിവാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. സതീശന് കിട്ടാത്തതായിട്ടുള്ള വാർത്ത ചെന്നിത്തല കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെന്നിത്തല ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ചെന്നിത്തലയ്ക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിസോഴ്സസ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ്, ആ സ്രോതസ്സിൽ നിന്നാണ് ഈ വാർത്ത കിട്ടുന്നത്. ആ വാർത്തക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വ്യവസായി നേരിട്ട് ഈ അന്താരാഷ്ട്ര കൊള്ളസംഘം എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കുകളൊക്കെ അല്ലെങ്കിൽ പുരാവസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു സംഘം, ആ സംഘവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള, അതിൽ തന്നെ അംഗമായിട്ടുള്ള ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യവസായിയാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് പാർന്നു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തെളിവുള്ളൊരു വിഷയമാണ് താൻ ശബരിമല വിഷയത്തിൽ അവതരിപ്പിക്കുന്നതെന്നും അവിടെ നടന്ന സാമ്പത്തിക തട്ടിപ്പിൻ്റെ പെരുപ്പും കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയണം. 500 കോടി മുതൽ 1000 കോടി രൂപയുടെ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ നേരിട്ട് അറിയാവുന്ന ഒരാൾ എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാം, അദ്ദേഹം മൊഴി നൽകും, സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് അതിന് വലിയ വാല്യൂ ഉണ്ട് ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് SIT എന്ത് ചെയ്യുന്നത്, അതെടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഇന്ന് ആണ് അതിന് SITന് കൊടുത്ത സമയം. SITനെ തിരുത്തുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആയിരിക്കാം. ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം ഇന്ന് ചെന്നിത്തലയെ ചോദ്യം ചെയ്യേണ്ട നാളെ ആകാം, മറ്റന്നാളാകാം എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ അത്രമാത്രം സ്വാധീനം പിണറായി വിജയന് ഈ SITയുടെ മേലുണ്ടെങ്കിൽ എന്തിനാണ് വാസുവിനെയും അതേപോലെ തന്നെ പത്മകുമാറിനെയും തിന്നാനായിട്ട് കൊടുത്തത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു.
അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ സ്വാധീനമില്ല. സ്വാധീനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ കൊടുത്തു എന്ന് ചോദിച്ചതിനിടയിൽ അവരെ തിന്ന് തീരട്ടെ എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം. എന്നുവെച്ചാൽ പോകരുത്, ഇവരുടെ കൊണ്ടത് തീരണം എന്ന് കരുതിയിട്ടായിരിക്കാം. ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ദുരൂഹതകളും നമുക്ക് മനസ്സിലാവില്ലേ. എന്തായാലും വിഷയം വളരെ രൂക്ഷമാണ്. ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്നത് ഈ കേരളീയ സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് കഴിയാത്ത ഒരു വലിയ അഴിമതിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് വരെ സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും ഒക്കെ ആ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കും. ഇവിടെ അതിന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നാൽ അത് ഇലക്ഷനെ ബാധിക്കുമോ, ഗവൺമെൻറ് ബാധിക്കുമോ, പിണറായി വിജയനെ ബാധിക്കുമോ, CPM-നെ ബാധിക്കുമോ എന്ന് പറയുന്ന ഒരു ഭയത്തിൻ്റെ പേരിൽ അല്ലേ ഈ ചെന്നിത്തലയെ എന്ന് ചോദ്യം ചെയ്യാത്തത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ മറ്റു പല കാരണങ്ങളും ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായേക്കാം. നമുക്കതിനകത്ത് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല എത്ര വലിയ വമ്പൻ വാർത്തയായിരിക്കാം ചെന്നിത്തല വഴി പുറത്തു വരുന്നതെന്നും നമുക്കറിയില്ല. ആ വാർത്തയുടെ സ്വഭാവം പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.